ഷോയുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കണ്ടാലോ. ഷോ നടന്നത് ട്രിവാൻഡ്രം ട്രാവൻകൂർ മാളിൽ വെച്ചിട്ടായിരുന്നു. അന്നത്തെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കാണാം. ഞാനിത് ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ട്, ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ. ഇത് സെക്കൻഡ് പാർട്ടായിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇത് നടത്തിയത് AMO അസോസിയേഷൻ നടത്തിയ ഒരു ഫാഷൻ ഷോ ആയിരുന്നു. പ്ലാറ്റ്ഫോമൊക്കെ നല്ല സെറ്റായിട്ട് ചെയ്ത് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫൈനൽ ലുക്കിലൊക്കെ ഇരിക്കുകയാണ്. ജഡ്ജിമാരും ഒക്കെ ഇരിക്കുകയാണ്. കുട്ടികളൊക്കെ നല്ല കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഭയങ്കര ലുക്സിൽ നിൽക്കുകയാണ്. പിന്നെ ഇത് എൻ്റെ ഫ്രണ്ടാണ് രജനി, ഇവൾ വഴിയാണ് എത്തിയത്. കുട്ടികളൊക്കെ നല്ല ലുക്സ് അടിപൊളിയായിട്ട് പെർഫോമൻസ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഒരുങ്ങിയവരുണ്ട്, ഒരുങ്ങാനുള്ളവരുണ്ട്. അങ്ങനെ കുറച്ച് പേരുടെ ക്ലിപ്സൊക്കെ ഞാൻ എടുത്തു. നല്ല ക്യൂട്ടായിട്ട് ഒരു പെർഫോമൻസ് ചെയ്യാനായിട്ട് നല്ല നല്ല പോസുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് കയറി. കിഡ്സിൻ്റെ നല്ല രസമായിരുന്നു കാണാൻ, നേരിട്ട് കാണാനായിട്ട് ബ്യൂട്ടിഫുള്ളായിരുന്നു കേട്ടോ. പക്ഷേ അവർക്ക് ഒരു പെർഫോമൻസ് ചെയ്യാനായിട്ട് ജഡ്ജിമാരൊക്കെ ഇരുന്നെങ്കിലും ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടും അവർ കൂളായിട്ടാണ് ആൻസറൊക്കെ ചെയ്തത്. നല്ല നല്ല പോസുകളായിരുന്നു കുട്ടികളൊക്കെ അവിടെ പോസ് ചെയ്തത്. കിഡ്സിൻ്റെത് ഒത്തിരി ഇഷ്ടമായി. ഈ പറഞ്ഞ പോലെ നേരിട്ട് കാണുമ്പോഴാണ് ഒരുപാട് ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്നത്. ഇത് ഒരു റെഡ് കളറിലുള്ള ലെഹങ്കയാണ് പെൺകുട്ടികൾ ഇട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ലേഡീസിൻ്റെതായിരുന്നാലും ബോയ്സിൻ്റെതായിരുന്നാലും ഗേൾസിൻ്റെതായിരുന്നാലും നല്ല കോസ്റ്റ്യൂംസ് ആയിരുന്നു. ഒരു കുട്ടി എന്ത് കൂളായിട്ടാണ് അവൻ വന്ന് പെർഫോമൻസ് ചെയ്തതെന്നറിയോ. ഇത് നേരിട്ട് കാണുമ്പോഴും നമുക്ക് അത്ഭുതം, എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല അത്ഭുതം തോന്നി. നല്ല നല്ല പോസുകളൊക്കെ കുട്ടികൾ വന്ന് അവർ ഫസ്റ്റ് ടൈം ആണെങ്കിലും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നല്ല നല്ല പോസുകളൊക്കെ കുട്ടികൾ ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ ഫ്രണ്ട് രജനിയാണ്. അവൾ ഷോയ്ക്ക് ഇറങ്ങുന്ന വ്യക്തിയാണ്. ഒത്തിരി ഷോ ചെയ്ത വ്യക്തിയൊക്കെയാണ്. ഇവൾ വഴിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അപ്പം ആളും നല്ല പോസൊക്കെ ചെയ്യുന്നുണ്ട്. അവൾക്ക് ഒരുപാട് താങ്ക്സ് ഈ അവസരത്തിൽ പറയുന്നു. അടുത്ത പെർഫോമൻസ് ഒരു ബ്ലാക്ക് കുർത്തി ഇട്ട് വന്നു പോയി. ഇത് ലെഹങ്ക ബ്ലൂ ഷെയ്ഡ് ഉള്ളതുണ്ട്, റെഡ്, മെറൂണ്, അങ്ങനെ പീച്ച്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കളേഴ്സ്. ഇതിലൂടെ കാണുമ്പോൾ കളേഴ്സൊക്കെ ലൈറ്റിൻ്റെ ആ ഒരു ഇതിൽ നമുക്ക് റെഡാണെന്നൊക്കെ തോന്നും. നല്ല കളർഫുള്ളായിട്ടുള്ള ലെഹങ്കയും കാര്യങ്ങളായിരുന്നു. ബോയ്സിന് ബ്ലാക്ക് കളറിലുള്ള ഇതും സിൽവറിൻ്റെതും മെറൂണ് അങ്ങനെയൊക്കെയുള്ള കുർത്തീസൊക്കെ ആയിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോമൻസ്, ബോയ്സും ഗേൾസും ഒക്കെ നല്ല നല്ല പോസുകളാണ് ചെയ്തത്. പിന്നെ ഇതിൽ എല്ലാവരും നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ഈവൻ മോൻ ഫസ്റ്റ് ടൈമാണ്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആൾ നല്ല കൂളായിട്ടൊക്കെ ചെയ്തു. പിന്നെ ഈ ഫ്രണ്ടിൽ ഇരിക്കണം, ഒത്തിരി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ കരുതിയതാണ്. പക്ഷേ അന്നേരം തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിൽ നിന്നാണ് ഇത് സൂം ചെയ്താണ് ഞാൻ എടുത്തത്. ഫ്രണ്ടിലിരുന്ന് ഇതെടുക്കണം എന്നൊക്കെയുള്ള ഒരു മനോഭാവം ഉണ്ടായിരുന്നു. പിന്നെ ആകട്ടെ അവർ സ്റ്റേജിൽ കയറാൻ നേരം അവിടെ ഇരിക്കാം എന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കും കംപ്ലീറ്റും അവിടെ മൊത്തം ആൾക്കാരായിപ്പോയി. ഫ്രണ്ടിലൊക്കെ ജഡ്ജിമാരൊക്കെയാണ് ഇരിക്കുന്നത്, ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരുടെയും പെർഫോമൻസ് അവർ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല നല്ല പോസുകളിലാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. കോസ്റ്റ്യൂംസ് ബ്ലാക്ക്, സിൽവർ, മെറൂൺ, പിന്നെ ബ്ലാക്ക്, ക്രീം, അങ്ങനെയൊക്കെയുള്ള കുർത്തീസായിരുന്നു. നല്ല ലുക്സ് ഉണ്ടായിരുന്നു. നേരിട്ട് കാണാനാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. ഫ്രണ്ടിൽ ഒത്തിരി ആൾക്കാർ ഇരിക്കുന്നുണ്ട്. സെക്കൻഡ് ഫ്ലോറിലും നല്ല തിരക്കുണ്ടായിരുന്നു ആ സമയത്ത്. കിട്ടിയ സ്ഥലം നോക്കി, എന്നിട്ടും എനിക്ക് വീഡിയോ എടുക്കാൻ അത്രയും സൂം ചെയ്യേണ്ടി വന്നു. ഇത് സാറിനൊരു അവാർഡൊക്കെ ഉണ്ടായിരുന്നു. സാറാണ് അത് കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തു. പിന്നെ ഇതിൽ തന്നെ
ഉള്ള കുറച്ച് പേരെയൊക്കെ അന്ന് പരിചയപ്പെടാനൊക്കെ പറ്റി. കൃഷ്ണപ്രിയ, അങ്ങനെയൊക്കെ ആര്യ എന്ന് പറയുന്ന കമ്പനിയിലുള്ള ആൾക്കാരെയൊക്കെ പരിചയപ്പെടാനൊക്കെ പറ്റി. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. സാറങ്ങനെ അവാർഡൊക്കെ വാങ്ങി